അപ്പോൾ ഗൈസ്, നമ്മുടെ ബിഗ് ബോസിൽ ഇന്നലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു. അപ്പോൾ ലാലേട്ടൻ വന്നു. ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കേണ്ടതെല്ലാം വളരെ വ്യക്തമായും കൃത്യമായും ചോദിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. സെപ്റ്റിക് ടാങ്ക് എന്ന് രേണുവിനെ അക്ബർ വിളിച്ചതും അതിലെ നൂറയും അപ്പീന്ന് അനീഷിനെ വിളിച്ചതും ഒക്കെ ചോദിച്ചു. അതിനുള്ള താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ട്. അക്ബറിന് ചെറിയൊരു പണിഷ്മെൻറ്റും ഒക്കെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോയിൽ ഇത്തരം വാക്കുകൾ ഉച്ചരിച്ചത് അല്ലെങ്കിൽ ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ രേണു സുധീൻ്റെ ആ ഒരു വീഡിയോ, വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു വീഡിയോയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചു. അതിനെ തുടർന്നൊരു ലെറ്റർ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് നടക്കുന്ന ആൾക്കാർ തന്നെ പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അതേ തുടർന്ന് ബിഗ് ബോസിലെ ആൾക്കാർ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഫോൺ വഴി ഫോണുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലെ ആൾക്കാർ വന്ന് അവിടെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു റൂമിലൊക്കെ. പക്ഷേ ഒന്നും കിട്ടിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ രേണു സുധീൻ്റെ വീഡിയോയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചു, ഈ എങ്ങനെ മനസ്സിലായി എലിമിനേഷനിൽ വരും എന്നുള്ളത് എന്നൊക്കെ. അപ്പോൾ രേണു സുധി മറുപടി പറഞ്ഞു, ആദ്യത്തെ എലിമിനേഷനിൽ എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് അറിയാമായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേണു സുധിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന്. ഉണ്ടെന്ന് തന്നെയാണ് രേണു സുധി പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ ഇത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാമായിരുന്നു, നമുക്ക് ഇനിയും ഇടുമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് തെറ്റായി പോയി എന്ന് രേണു സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഒരു മാപ്പ് പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും ഒക്കെ. ക്യാമറയിലൊക്കെ നോക്കി ഒരു മാപ്പ് പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്ന് കസിനെ, ഇനി ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഇടരുതേ എന്ന് കസിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതിൽ അക്കൗണ്ടിൽ ഇട്ടത്. അപ്പോൾ കസിനോടും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടല്ലേ എന്ന്. അതുപോലെ തന്നെ ഒരു 10 തവണ സ്വയം ശിക്ഷ വിധിച്ചുകൊണ്ട്, ഈ ഒരു തെറ്റിന്, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തെറ്റായി, ആ ഒരു തെറ്റിന് സ്വയം ശിക്ഷ വിധിച്ചുകൊണ്ട് ഒരു 10 തവണ രേണു സുധി ഏത്തമൊക്കെ ഇടുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. ആ ഒരു ഏത്തവിടലും മാപ്പ് ചോദിക്കലൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർ കണ്ടിട്ടുണ്ടാവും രേണു സുധിയുടെ ഈ മാപ്പ് പറച്ചിൽ. ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ടായിരുന്നു ഈ സംഭവം. പിന്നെ ഓമനപ്പേര് ടാസ്കിൽ ജിസേലിന് ഒരു പേരൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നല്ലൊരു പേര് ഇടാനായിട്ട് പറഞ്ഞപ്പോൾ രേണു ആണ് നല്ലൊരു പേര് ജിസേലിന് കൊടുത്തത്. അത് ലാലേട്ടന് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബ്യൂട്ടി പാർലർ. അപ്പോൾ ഇതുപോലത്തെ ഫണ്ണായിട്ടുള്ള പേരുകളായിരുന്നു ആ ഒരു ടാസ്കിൽ കൊടുക്കേണ്ടിയിരുന്നത് എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.